നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. പരിപാടിയോടനുബന്ധിച്ച് ബൈക്ക് റാലിയും ഫുട്ബോൾ ടൂർണമെന്റും നടത്തി. കൊച്ചിയിലെ പ്രോവിഡന്റ് ഫണ്ട് ഓഫീസിൽ ആത്മഹത്യക്ക് ശ്രമിച്ച പേരാമ്പ്ര സ്വദേശി മരിച്ചു. അപ്പോളോ ടയേഴ്സ് മുൻ കരാർ തൊഴിലാളിയാണ് മരിച്ചത്. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല നടതുറപ്പ് മഹോത്സവം നടത്തി. ക്ഷേത്ര മേൽശാന്തി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഇരിഞ്ഞാലക്കുട രൂപതയിലെ കനകമല മാർത്തോമ കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് സെന്ററിലെയും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സ്ഥലങ്ങൾ സന്ദർശിച്ച് സുരേഷ് ഗോപി. കാർഷിക മേഖലയ്ക്കും ലൈഫ് പദ്ധതിക്കും ഊന്നൽ നൽകി നന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചാലക്കുടിയിൽ നടക്കും. പരിപാടിയോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റും ബൈക്ക് റാലിയും നടത്തി. കാളക്കല്ല് ടർഫിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ബ്രദേഴ്സ് വെണ്ടോർ വിജയികളായി. PSK ബ്രദേഴ്സ് റണ്ണറപ്പായി. മത്സരങ്ങൾക്ക് ആൻ ടോബി മാത്യു, R മോഹനകൃഷ്ണൻ, രാജു ഡേവിസ്, KI ഷീഫർ, PR സുനിൽ, KI ഷാൻവർ എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും നമസ്കാരം. COAയുടെ അതായത് കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനമായ ജില്ലാതലത്തിൽ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് പുതുക്കാട് മേഖലയ്ക്കാണ് ഫുട്ബോൾ ടൂർണമെൻറ്റുമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. COAയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 14ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഓരോ മേഖലകളിലും നടന്നു വരുന്ന കായിക മത്സരങ്ങളും അതുപോലുള്ള ഓരോ പരിപാടികളുടെ ഭാഗമായി പുതുക്കാട് മേഖലയിൽ ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ബൈക്ക് റാലി നടത്തി. ജനറൽ കൺവീനർ മോഹനകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജു ഡേവിസിനായിരുന്നു ജാഥ ക്യാപ്റ്റൻ. ഇൻഫോ നെക്സസ് ചെയർമാൻ ആൻ ടോബി മാത്യു, COA മേഖലാ പ്രസിഡന്റ് KI ഷീഫർ, സെക്രട്ടറി KS സന്തോഷ്, ട്രഷറർ VV രമേശ് എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂരിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ചാലക്കുടിയിൽ സമാപിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സമ്മേളനത്തിലേക്ക് എല്ലാ കേബിൾ TV ഓപ്പറേറ്റർമാരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ 9:30 ചാലക്കുടി ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. മന്ത്രിമാർ, രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ, COA സംസ്ഥാന ജില്ലാതല നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. കൊച്ചിയിലെ പ്രോവിഡന്റ് ഫണ്ട് ഓഫീസിൽ ആത്മഹത്യക്ക് ശ്രമിച്ച പേരാമ്പ്ര സ്വദേശി മരിച്ചു. പേരാമ്പ്ര തേശ്ശേരി പണിക്കവളപ്പിൽ 68 വയസ്സുള്ള ശിവരാമനാണ് മരിച്ചത്. അപ്പോളോ ടയേഴ്സ് മുൻ കരാർ തൊഴിലാളിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ചൊവ്വാഴ്ചയാണ് PF ലഭിക്കാത്തതിൽ മനം നൊന്ത് ശിവരാമൻ വിഷം കഴിച്ചത്. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കൊച്ചിയിലെ PF റീജിയണൽ ഓഫീസിലാണ് ശിവരാമൻ എത്തിയത്. പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടും PF നിഷേധിച്ചെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഓരോരോ തൊടുകാരങ്ങൾ പറഞ്ഞ് അവർ മാറ്റി ഇങ്ങനെ അപേക്ഷ കൊടുത്തതിൻ്റെ രേഖ ആളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആള് അപേക്ഷ കൊടുത്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രേഖ നിലവിൽ സൂക്ഷിച്ചില്ല. അവർ നിലവിൽ രേഖ കൊടുത്തില്ല, റെസിപ്റ്റ് കൊടുത്തില്ല. പിന്നീട് ചെന്നപ്പോൾ പറഞ്ഞു അപേക്ഷകൾ അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആള് വീണ്ടും ഒരു അപേക്ഷ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴും അവരത് വേണ്ട പോലെ ഉൾക്കൊള്ളാനുള്ളൊരു തയ്യാറെടുപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല നടത്തുറപ്പ് മഹോത്സവം നടത്തി. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നിയും ഭാഗവത യജ്ഞാചാര്യയുമായ ശോഭന രവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ്
പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ് എന്നിവർ ചേർന്ന് ആദ്യ പൊങ്കാല സമർപ്പിച്ചു. ഗിരിജ അനന്തരാമൻ മുഖ്യാതിഥിയായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, ക്ഷേമസമിതി കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ സുനിൽ കുഴിച്ചാമഠത്തിൽ, സുരഭിദാസ് പത്താഴക്കാടൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ജയൻ പൊട്ടംകണ്ടത്തിൽ, ദിലീപ് മുളങ്ങാട്ടുകര, ജോയിന്റ് കൺവീനർ സുബിൻ പൂന്തുരുത്തി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറയ്ക്കൽ, ജനറൽ കൺവീനർ നിധേഷ് നെല്ലിശ്ശേരി, വൈസ് ചെയർമാൻമാരായ രാജു ഐക്യത്തറ, ഗോപാലകൃഷ്ണൻ ചെമ്പലായത്ത്, മറ്റു ആഘോഷ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേർന്നത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റിനീഷ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിനും ലൈഫ് പദ്ധതിക്കും ഊന്നൽ നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയുടെ സമഗ്ര ലക്ഷ്യം കൈവരിക്കുന്നതിനായി 1,35 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിന് സർക്കാർ 2.5 കോടി ഉൾപ്പെടെ 5 കോടി രൂപയും ഭൂമിയും വീടും ഇല്ലാത്ത ഭൂരഹിതരെ സഹായിക്കുന്നതിനായി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 68 ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് സമുച്ചയവും ഭൂമിയുമുള്ള 50 പേർക്ക് വീട് നൽകുന്നതിന് വേണ്ടി 11.75 കോടി രൂപയും ആരോഗ്യ മേഖലയുടെ വികസനത്തിന് വേണ്ടി 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള എല്ലാ റോഡുകളും ഈ കാലയളവിൽ പൂർണ്ണമായും ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായ 1.17 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കായി 27.3 ലക്ഷം രൂപയും കുട്ടികളുടെ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ പദ്ധതിക്കായി 10 ലക്ഷം രൂപയും മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് 90 ലക്ഷം രൂപയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 30,16,32,955 രൂപ വരവും 28,67,31,861 രൂപ ചെലവും 1,49,1,694 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഒരു സുസജ്ജമായ ആരോഗ്യ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അപ്പൊ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പുതിയ പദ്ധതികളെ കൂടി കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റെടുക്കുക എന്ന രൂപത്തിലേക്കാണ് നമ്മൾ പൊതുവെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റമാണ് വരും നാളുകളിൽ വരുത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജനങ്ങളുടെയും വിശിഷ്ടമായ നന്ദി സ്നേഹാദരവും പ്രകടിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കേരള സർക്കാർ അനുവദിച്ച 2,000 കോടിക്ക് പുറമെ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് 50 ലക്ഷം രൂപയും MTNRTS നിന്ന് 10 ലക്ഷം രൂപയും. പുതുക്കാട് സെന്ററിലെയും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സ്ഥലങ്ങൾ സന്ദർശിച്ച് മുൻ MP സുരേഷ് ഗോപി. പുതുക്കാട് സെന്ററിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതുക്കാട് മേൽപ്പാലം സംബന്ധിച്ച് BJP പ്രവർത്തകർ മാസങ്ങൾക്ക് മുൻപ് മുൻ MPക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി നേരിട്ടെത്തിയത്. പുതുക്കാട് സെന്ററിലെ പ്രശ്നങ്ങൾ യാത്രക്കാരോട് ചോദിച്ചറിഞ്ഞു. ജനങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആരായുകയും ചെയ്തു. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി വിഷയം സംസാരിക്കാം എന്ന് ഉറപ്പു നൽകിയാണ് പുതുക്കാട് നിന്നും സുരേഷ് ഗോപി മടങ്ങിയത്. തുടർന്ന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനും സന്ദർശിച്ചു. നിരവധി യാത്രക്കാരുടെ പ്രധാന ആശ്രയമായ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നവീകരണം, പുതുക്കാട് റെയിൽവേ മേൽപ്പാലം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുൻ MP പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷൻ മാസ്റ്റർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, യാത്രക്കാർ എന്നിവരുമായി ചർച്ച നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് K. അനീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി KN ഹരി, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, മണ്ഡലം പ്രസിഡന്റ് അരുൺ കുമാർ, ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, രവികുമാർ ഉപ്പത്ത് എന്നിവരും സുരേഷ് ഗോപിക്ക് ഒപ്പമുണ്ടായിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കനാറ്റുപാടം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള ബ്രിട്ടീഷ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഇരുവശവും സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ കന്നാറ്റുപാടത്തിനു സമീപം 1921 നിർമ്മിച്ച ബ്രിട്ടീഷ് പാലത്തിന്റെ അപ്രോച്ച് റോഡുകൾക്ക് ഇരുവശവും യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ല എന്നതാണ് വാസ്തവം. ഇരുഭാഗത്തും താഴ്ചയായതിനാൽ അപ്രതീക്ഷിതമായി വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ പുഴയിൽ ചെന്ന് പതിക്കാനും വലിയ ദുരന്തമുണ്ടാകാനും സാധ്യതയുണ്ട്. പാലം വീതി കുറവായതിനാൽ ഒരു സമയം ഒരു വാഹനത്തിനു മാത്രമേ കടന്നുപോകാൻ കഴിയുകയുള്ളൂ.
ഇത്തരം സന്ദർഭങ്ങളിൽ എതിർദിശയിലെ വാഹനങ്ങൾ പാലത്തിനു മുൻപ് നിർത്തിയിടുകയാണ് ചെയ്യുക. തൊട്ടരികെ 10-15 അടി താഴ്ചയാണ്, അതിനുമപ്പുറത്ത് പുഴയും. അതുകൊണ്ട് തന്നെ ഒരു അത്യാഹിതം ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ക്രാഷ് ഗാർഡ് സ്ഥാപിച്ച് സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ പാലത്തിന് മുൻപും പാലം കഴിഞ്ഞിട്ടും ക്രാഷ് ഗാർഡ് നിർമ്മിക്കാത്തത് മൂലം അവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. വാഹനങ്ങൾ ഒന്ന് അശ്രദ്ധ തെറ്റിയാൽ നേരെ പുഴയിലേക്ക് ചെന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ റെയിൽ ഗാർഡ് നിർമ്മിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ കളക്ടർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. 907 ശിവക്ഷേത്രം, 907 ജാറം എന്നിവിടങ്ങളിലേക്കും ഇതുവഴി വെള്ളിക്കുളങ്ങര, കോടാലി എന്നിവിടങ്ങളിലേക്കും നിരവധി വാഹനങ്ങളാണ് ബ്രിട്ടീഷ് പാലം വഴി കടന്നുപോകുന്നത്. കൂടാതെ കന്നാറ്റുപാടം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നതും ഇതുവഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രാഷ് ഗാർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കന്നാറ്റുപാടം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള ബ്രിട്ടീഷ് പാലത്തിന് ഇരുഭാഗങ്ങളിലും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകുന്ന രീതിയിൽ ക്രാഷ് ഗാർഡ് നിർമ്മിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ സമര ശൃംഖല നടത്തുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 9 മുതൽ 16 വരെയാണ് ആമ്പല്ലൂരിൽ സമര ശൃംഖല സംഘടിപ്പിക്കുന്നത്. മുൻ സ്പീക്കർ VM സുധീരൻ വെള്ളിയാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം നിർവഹിക്കും. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ കുസുമൻ ജോസഫ്, മാധ്യമപ്രവർത്തകൻ K സഹദേവൻ എന്നിവർ പ്രസംഗിക്കും. 12 വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 10 മുതൽ 16 വരെ വൈകിട്ട് 4-നായിരിക്കും സമരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച ഈ വേളയിൽ ടോളിനെ അനുകൂലിക്കുന്നുവോ പ്രതികൂലിക്കുന്നുവോ എന്നത് 3 മുന്നണികൾ വ്യക്തമാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി അംഗങ്ങളായ മനോജ് ചിറ്റ്ലപ്പള്ളി, സജിമോൻ മാഞ്ഞാമറ്റം, KC കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. ഈ ടോളിനെ സംബന്ധിച്ച് ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ വരെ ചെയ്യാണ്ടാണ് ഇന്ന് ഇവിടെ ടോള് അതിഭീമമായ ടോള് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ ഇടയിലുള്ള ഒരു വർഷം ഏകദേശം മുമ്പ് പന്നിയങ്കരയിലെ 2ാമത്തെ ടോൾ ആരംഭിച്ചത്. അപ്പൊ അന്ന് അവിടെ സമരത്തിന്റെ സമയത്തൊക്കെ പോയിരുന്നു പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ പാലിയേക്കര അടയ്ക്കും, അപ്പൊ അവിടെ സമരം നടത്തേണ്ട കാര്യമാണ്. ഒന്ന്, ആ മണലി പാലത്തിൽ അവിടെയുള്ള ചെറിയ സർവീസ് റോഡ്, ആ സർവീസ് റോഡ് നശിപ്പിച്ചു, അത് അടച്ചു. 2, ഈ കുത്തക കമ്പനികൾക്കെതിരെ ആരും സമരം ചെയ്യാതിരിക്കാൻ അവർക്ക് വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ടോളിന്റെ ഫസ്റ്റ് ഒരു 2-3 വർഷം, അതിന് വർഷത്തില് നവംബർ ഡിസംബർ മാസത്തില് 10% വെച്ച് അല്ലെങ്കിൽ 15% വെച്ചിട്ട് പിരിവ് കൂട്ടുന്നതിന് അംഗീകാരം അവർ നേടിയിട്ടുണ്ട്. അത് നേടിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ 2028 വരെ 3 വർഷത്തിൽ കൂടുതൽ ആയിട്ട് അനുവദിച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരികുളത്ത് നടന്ന ആഘോഷത്തിനിടെ 2 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കന്നാറ്റുപാടം കല്ലിക്കത്തൊടി 43 വയസ്സുള്ള മുഹമ്മദ്, പൗണ്ട് ഉമ്മത്തൂർ വീട്ടിൽ 55 വയസ്സുള്ള ഇസ്മായിൽ എന്നിവരെയാണ് വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10-നായിരുന്നു സംഭവം. മുരുക്കുങ്ങൽ പത്തുകുളങ്ങര സ്വദേശികളായ ഉമ്മാനൂർ വീട്ടിൽ ഹൈദ്രോസിന്റെ മകൻ അനസ്, കുളത്തിത്തൊടി ഉമ്മറിന്റെ മകൻ റഫീഖ് എന്നിവർക്കാണ് കുത്തേറ്റത്. ഘോഷയാത്ര നടക്കുന്നതിനിടയിലൂടെ കാർ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഇതിനിടെ പ്രതികൾ റബ്ബർ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് കാറിൽ വന്നവരെ കുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന മുഹമ്മദിനോടും ഇസ്മായിലിനോടും സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നെങ്കിലും ഇരുവരും എത്തിയില്ല. തുടർന്ന് ഇവരുടെ മൊബൈൽ നമ്പർ, ടവർ ലൊക്കേഷൻ കണ്ടെത്തി പുതുക്കാട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് SHO KN മനോജ്, SIമാരായ രാജേഷ്, ബിജു, സീനിയർ CPO ജിൽജിത്ത്, ബൈജു, CPO വിബീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. അന്തരിച്ച നടൻ കലാഭവൻ മണിയെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് സഹോദരൻ RLV രാമകൃഷ്ണൻ. മണിക്ക് വേണ്ടിയുള്ള സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്ന് സഹോദരൻ. വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. അടുത്ത മാസം 6-ന് കലാഭവൻ മണി മരണപ്പെട്ട് 8 വർഷം തികയുകയാണ്.
എന്നിട്ടും മണിയുടെ ഓർമ്മയ്ക്കായി ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകത്തിന്റെ നിർമ്മാണം വൈകുന്നതിലാണ് സഹോദരൻ RLV രാമകൃഷ്ണൻ പ്രതിഷേധവുമായി എത്തിയത്. സ്മാരകത്തിന് വിവിധ ബജറ്റുകളിലായി 3 കോടി രൂപ വകയിരുത്തിയതല്ലാതെ തറക്കല്ലിടൽ പോലും നടന്നില്ല. മണിക്ക് സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ അതേ സർക്കാരാണ് ഇപ്പോഴുമുള്ളത്. ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പോലും മണിയെ സർക്കാർ അവഗണിക്കുകയാണെന്നും RLV രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഈ വരുന്ന 2024 മാർച്ച് 6-ാം തീയതി മണിച്ചേട്ടൻ്റെ വിയോഗം കഴിഞ്ഞിട്ട് 8 വർഷം തികയാണ്. മണിച്ചേട്ടൻ 2016 മരിച്ചതിന് ശേഷം 2016 കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കലാഭവൻ മണിക്കൊരു സ്മാരകം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു. അതിനെ തുടർന്ന് വന്ന ബഡ്ജറ്റിലും ഇതിൻ്റെ സ്മാരകം പണിയുന്നതിനായിട്ടുള്ള വലിയ തുക നീക്കി വെച്ചിരുന്നു. ചില സ്മാരകം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രതിമ വയ്ക്കുക എന്നുള്ളതല്ല. മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു. ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ നടത്തി. കോളേജിലെ NSS യൂണിറ്റിന്റെയും റെഡ് റിബൺ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ ഇമ്മ്യൂണോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനു K. ആര്യൻ ക്ലാസ് നയിച്ചു. പുതിയ കാലഘട്ടത്തിൽ വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗത്തെക്കുറിച്ചും ആധുനിക ചികിത്സാ രീതിയിലൂടെ മുൻകൂട്ടി കണ്ടുപിടിച്ച് രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനെക്കുറിച്ചും സെമിനാറിൽ വിശദീകരിച്ചു. പ്രിൻസിപ്പൽ NJ സാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ NSS കോർഡിനേറ്റർ ജോഷി ആൻഡേഴ്സൺ, ടീന ജോൺസൺ, ഷിജില അഭിനവ് എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകിയ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക PK മിനി, ഹേമലത സുകുമാരൻ, ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, മേരിക്കുട്ടി വർഗീസ്, ജസീമ, കവിത പ്രമോദ്, ദേവസ്മിത എന്നിവർ പ്രസംഗിച്ചു. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. വൈകിട്ട് 6:40 നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി ഏർണൂർ മന ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഈ മാസം 15-നാണ് കുംഭഭരണി മഹോത്സവം നടക്കുക. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വകുപ്പിന്റെയും നേതൃത്വത്തിൽ 2023-24 സംരംഭക വർഷം 2യുടെ ഭാഗമായി സംരംഭകർക്കായുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ലോൺ, ലൈസൻസ്, സബ്സിഡി എന്നിവ വിതരണം നടത്തി. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ MSME ലോണുകൾ അനുവദിച്ച നന്ദിക്കര ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർ രഞ്ജു P. തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ ബാങ്കുകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ചർച്ചയും വ്യവസായ വകുപ്പിന്റെ ഓഫീസർമാരായ PS പ്രദീപ്, കിരൺ, കിഷോർ എന്നിവരുടെ ക്ലാസും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് 5 ദിവസത്തിന് ശേഷം സ്വർണ്ണവില ഉയർന്നു. ഫെബ്രുവരി 1-നും 2-നും സ്വർണ്ണവില ഉയർന്നെങ്കിലും ശേഷം ഇതുവരെ സ്വർണ്ണവില ഇടിഞ്ഞു. ബുധനാഴ്ച 200 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 46,400 രൂപയാണ്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 440 രൂപ കുറഞ്ഞിരുന്നു. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില 25 രൂപ ഉയർന്നു. വിപണി നിരക്ക് 5,800 രൂപ. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5,800 രൂപ, പവന് 46,400 രൂപ. കേബിൾ TV ഓപ്പറേറ്റർ അജോ ജോർജിന്റെ പിതാവ് കൊടകര അഴകം പള്ളത്തുകാട്ടിൽ തെക്കുംതല ജോർജ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ത്രേസ്യക്കുട്ടിയാണ് ഭാര്യ. ലിജി, ലിജോ എന്നിവരാണ് മറ്റു മക്കൾ. മനോജ്, സൽമ, ലിത എന്നിവർ മരുമക്കളുമാണ്. നന്ദിക്കര കൊടകരക്കാരൻ കൊച്ചുമോൻ ഭാര്യ ശാന്ത അന്തരിച്ചു. 59 വയസ്സായിരുന്നു. പറപ്പൂക്കര പഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗമായിരുന്നു. സംസ്കാരം നടത്തി. കിഷോർ, കിഷ്മ എന്നിവർ മക്കളും സുനിൽ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. പരിപാടിയോടനുബന്ധിച്ച് ബൈക്ക് റാലിയും ഫുട്ബോൾ ടൂർണമെന്റും നടത്തി. കൊച്ചിയിലെ പ്രോവിഡന്റ് ഫണ്ട് ഓഫീസിൽ ആത്മഹത്യക്ക് ശ്രമിച്ച പേരാമ്പ്ര സ്വദേശി മരിച്ചു. അപ്പോളോ ടയേഴ്സ് മുൻ കരാർ തൊഴിലാളിയാണ് മരിച്ചത്. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല നടതുറപ്പ് മഹോത്സവം നടത്തി. ക്ഷേത്ര മേൽശാന്തി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഇരിഞ്ഞാലക്കുട രൂപതയിലെ കനകമല മാർ തോമ കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് സെന്ററിലെയും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സ്ഥലങ്ങൾ സന്ദർശിച്ച് സുരേഷ് ഗോപി. കാർഷിക മേഖലയ്ക്കും ലൈഫ് പദ്ധതിക്കും ഊന്നൽ നൽകി നന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന് പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.